ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ ടൈപ്പ് മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇത്. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിടിലൻ മുട്ടക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ഒരു 2 സവാള ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, കൂടുതൽ ബ്രൗൺ നിറമാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇനി അടുത്തത് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഇതിപ്പോൾ തക്കാളിയൊക്കെ നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മൾ അരച്ച പേസ്റ്റ് അവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 4 മുട്ട പുഴുങ്ങിയതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ഈ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കൈയെടുക്കാണ്ട് വേണം കേട്ടോ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മുട്ടയുടെ പുറം ഭാഗമൊക്കെ ഒരു റബ്ബർ പോലെ ആയിട്ട് മാറും. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതുപോലൊരു പാത്രം ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ജീരകമൊക്കെ നല്ലതുപോലെ തന്നെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. മുളക് പൊടിയുടെ കളർ ഒരു ഡാർക്കായിട്ട് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നേരത്തെ ഉള്ളിയും തക്കാളിയും ഒക്കെ വഴറ്റി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഒരു 2 മിനിറ്റോളം തന്നെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടണം. ഈ ഒരു പേസ്റ്റ് നല്ല ഡാർക്ക് കളറായിട്ട് വരണം. ഈ ഒരു രീതിയിലായിട്ട് കിട്ടണം. അതുവരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ടാക്കിയതും ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ അടിച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കിയെടുത്തതാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. വെള്ളം നിങ്ങൾക്ക് എത്രത്തോളം ലൂസായിട്ടാണോ വേണ്ടത് അത്രത്തോളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത മുട്ടയും കൂടി ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റോളം അടച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കി ഇപ്പോൾ ഇത് എണ്ണയൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് ഇതിനെക്കാട്ടി ലൂസാക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഈ സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മുട്ടക്കറി തയ്യാറാക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ കേട്ടോ, അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരിക്കൽ ഉണ്ടാക്കിയാൽ പിന്നെ നിങ്ങൾ ഈ രീതിയിലേ ഉണ്ടാക്കും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.